പ്രായമുള്ള അമ്മയുണ്ടെങ്കിൽ അവർ കുളിക്കാനായിട്ട് ചൂടുവെള്ളം അവർക്ക് അത്യാവശ്യമാണ് അത് കൊടുക്കണം. വെട്ടിത്തിളപ്പിച്ച് കൊടുക്കുകയും ചെയ്യരുത്. അമ്മേനെ ഒത്തിരി നാൾ കൊണ്ടൊന്ന് കുളിപ്പിക്കണമെന്ന് ഓർത്ത് 140 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളപ്പിച്ച് കയറുതള്ളേ ബാത്റൂമിലോട്ട് കോരി ഒഴിച്ച് താണ്ട നേറി. ഇനി പിന്നെ ആയിച്ച് കുളിപ്പിക്കുകയും വേണ്ടല്ലോ. ചട്ടയും മുണ്ടുമുള്ള അമ്മയാണെങ്കിൽ നേരിയത് ഞൊറിഞ്ഞു കൊടുക്കണം. ഇല്ല ഇവിടെ കുത്തുന്ന ഒരു ഇതുണ്ട്, അതിനെ പറഞ്ഞ് ഏതാണ്ട് വലിയ കുത്തുവല്ലോ. അതുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കിക്കൊണ്ട് തള്ളേനെ, അല്ല തള്ള വടയക്ഷി വരും പോലെ പുറകെ വന്നിരിക്കുക, നീ മുന്നിൽ സ്കാർഫൊക്കെ കെട്ടി ജീസസ്. എൻ്റെ തള്ള ആ വടയക്ഷി ഇരിക്കും പോലെ പുറകെ ഇരിക്കുന്നത്. അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യവും ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, ഈ 3 വാക്യത്തിൽ 70 പേര് വന്നെന്നാണ്. ഈ 3 വാക്യം 3 പേര് വായിക്കണം. യാക്കോബിന്റെ കുടുംബം ആകെ 70 പേര്. അടുത്ത ആള് വായിച്ചേ. ആരുമില്ലേ? എന്നാ റോസ്ലിയാൻ്റെ തന്നെ വായിച്ചു. സഹിതം മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്. അതൊന്നും വായിക്കണ്ട, ഞാൻ പറഞ്ഞ വാക്യം. അതേത് വാക്യാ വായിക്കുന്നേ? 1-5 വായിര്. പുറപ്പാട് 1-ന്റെ യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേര്. ഇനി വേറൊരാൾ ആവർത്തനം 10-ന്റെ 22 വായിച്ചേ. നിന്റെ പിതാക്കന്മാർ 70 ദേഹികൾ. ഒന്നുകൂടെ മൈക്കിൽ കൂടെ വായിക്കേ. നിന്റെ പിതാക്കന്മാർ 70 ദേഹികളായി. നിന്റെ പിതാക്കന്മാർ 70 ദേഹികൾ. അപ്പൊ ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 27-ലും പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യങ്ങൾ, ഈ വാക്യങ്ങളെല്ലാം 70 പേര് വന്ന കണക്ക് 70. എന്നാൽ വേറെ പുസ്തകം വായിക്കുന്നവർക്കറിയാം, സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് വന്നെന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 14 വായിച്ചേ. വേറൊരാള് എടുക്കാൻ താമസമുണ്ടെങ്കിൽ ആദ്യം എടുത്തവർക്ക് വായിക്കുകയും ചെയ്യാം. യോസേപ്പ് ആളയച്ച് തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയൊക്കെയും വരുത്തി. അവർ ആകെ 75 പേരായിരുന്നു. അവരാകെ 75 പേര്. ശ്രദ്ധിച്ചേ, മറ്റ് 3 വാക്യത്തിൽ 70 പേര് വന്നെന്ന. എന്നാൽ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ എത്ര പേര് വന്നെന്ന? 75. അപ്പോൾ ഒരു സംശയം ചിലർ കുതിക്കും, എടാ അവിടെ 3 70 പറഞ്ഞു, ഇവിടെ 75. അപ്പോൾ ഈ വേദപുസ്തകം വലിയ വിശ്വാസമില്ലാത്തവൻ ആ സഭയ്ക്കകത്തിരുന്ന് പറയും, ഒക്കെ അങ്ങനെ ചോദിച്ചാൽ ഇതിനകത്തൊക്കെ ഒത്തിരി തെറ്റുകളുണ്ട്. അവനോട് ഡയലോഗ് പറയും. ഉടനെ അടുത്തിരിക്കുന്ന പുള്ളി പറയും, എനിക്കും കുറച്ച് നാളായിട്ട് സംശയമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ വേദപുസ്തകം ഞാൻ വായിക്കത്തില്ല, ഞാൻ അടുത്ത സമയത്ത് ഉറക്കം വരാതിരുന്നപ്പം വേദപുസ്തകം വായിച്ചപ്പോൾ ഇതിനകത്ത് പല പക്ഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് അടിക്കും, മറ്റ് 3 ഭാഗത്ത് 70 പേര് വന്നെന്നും ഈ ഭാഗത്ത് 75. അപ്പോൾ ഇങ്ങനെ സംശയം ഉദിക്കും. അതിനെപ്പറ്റി ന്യായമായ കണക്ക് പറയുന്നത് 5 പേരാരെന്ന് ചോദിച്ചാൽ അവരെ അവിടെ എണ്ണിയിട്ടില്ലെന്നാ. 1 യാക്കോബ്, 2 യോസഫ്, 3 യോസഫിൻ്റെ ഭാര്യ ആസനത്ത്, 4 യോസഫിൻ്റെ മൂത്ത മകൻ മനേഷെ, 5 യോസഫിൻ്റെ ഇളയ മകൻ എബ്രയീം. അങ്ങനെ യാക്കോബ്, യോസഫ്, ആസനത്ത് ഭാര്യ, മൂത്തവൻ മനേഷെ, ഇളയവൻ എബ്രയീം, അങ്ങനെ 75 പേരെ സ്തേഫാനോസിനോട് തെളിയിച്ചെന്ന. ഇങ്ങനെ വേദപുസ്തകത്തിൽ പല ഡൗട്ടുകളുണ്ട് ചിലർക്ക്. ഇന്നാളെ ഞാൻ എവിടെയോ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കും അറിയാം, ഈ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത് ബാധ കൊണ്ട് മരിച്ചു പോയവര്, ഇന്നാളെ ഞാൻ ഓർപ്പിച്ചതാ, 24,000 പേരെന്ന. ബാധ കൊണ്ട് മരിച്ചു പോയവര് 24,000 എന്നാ. നിങ്ങൾ ആ സംഖ്യാപുസ്തകം 25-ാം അധ്യായം എടുത്തേ, നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാണ്. അവിടെ ബാധയാൽ മരിച്ചു പോയവര് 24,000 എന്നാ കൊടുത്തിരിക്കുന്നത്. മൈക്ക് കൂടെ വായിക്കാം, മൈക്ക് കൊടുക്ക. ബാധ കൊണ്ട് മരിച്ചു പോയവർ 24,000 പേർ. ബാധ കൊണ്ട് മരിച്ചു പോയവര്
24,000 പേരെന്ന് അവിടെ സംഖ്യാപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ പഠിക്കുമ്പോൾ ആ സംഭവം ചരിത്രം കാണാം. അത് പിന്നീട് ഈ ഭാഗം എടുക്കുന്ന വിഷയത്തിൽ വരുന്നത് കൊണ്ട് ഇപ്പോൾ അവിടോട്ട് പോകുന്നില്ല. അപ്പോൾ 24,000 പേര് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ വിഷയം പൗലോസ് പുതിയ നിയമത്തിലേക്ക് എഴുതി വരുമ്പോൾ 23,000 എന്നാണ് കൊടുത്തേക്കുന്നത്. സംഖ്യാപുസ്തകത്തിൽ 24,000 എന്ന ഈ സംഭവം പൗലോസ് പുതിയ നിയമത്തിൽ എഴുതി വരുമ്പോൾ 23,000 എന്ന കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിച്ചേ. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ. അപ്പോൾ അവിടെ വായിക്കുന്ന 23,000 പേരെന്ന സംഖ്യാപുസ്തകത്തിൽ എത്രയാ? 24,000. അത് പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയപ്പോൾ എത്രയായി? 23,000. അപ്പോൾ ചിലക്കൊരു സംശയം ഉണ്ടാകും, എടാ പിന്നെയും വേദപുസ്തകത്തിൽ തെറ്റുണ്ടല്ലോ. സംഖ്യാപുസ്തകത്തിൽ 24,000, പുതിയ നിയമത്തിൽ വന്നപ്പം 23,000. അതെന്താ? സൂക്ഷ്മമായിട്ട് വായിച്ചാൽ അതിൻ്റെ ആനുസരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ദിവസത്തിൽ പോയവരുടെ കാര്യമാണ് പൗലോസ് പറഞ്ഞേക്കുന്നത് 23. ഈ വിഷയത്തിൽ മൊത്തം പോയവരാണ് 24,000. അതാണ് സംഖ്യാപുസ്തകത്തിൽ. എന്തോ വിഷയമാണെന്ന് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ പറയാം. കാരണം ഇപ്പോൾ ഈ വിഷയം പറഞ്ഞാൽ അത് വിഷയമാകും. അതുകൊണ്ട് അതിൻ്റെ പിന്നീടൊരു അവസരം വരുമ്പോൾ ആ വിഷയം പറയാം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇങ്ങനെ വേദപുസ്തകത്തിൽ പല കാര്യങ്ങളുള്ളത്. എല്ലാ ഭാഗവും ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തെങ്കിലേ നമുക്കത് ബോധ്യപ്പെടുകയുള്ളൂ. കാരണം ഇതിനകത്ത് വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വള്ളിക്ക് മാറ്റമില്ല. ഇത് ഉവ്വെന്നും ഇല്ല ഇല്ലെന്നുമാണ്. ആകാശം ഭൂമിയുമാകെ ഒഴിഞ്ഞാലും ആയവന്മാർക്കിനു ഭേദമില്ല. ഭൂമിയും ആകെ ഒഴിഞ്ഞാലുമായവൻ വാക്കിനു ഭേദമില്ല. ഓ എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട്. ഓ എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോകും, ദൈവത്തിന്റെ വചനത്തിനൊരു മാറ്റവും വരിക. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ യോസേപ്പ് ഈ പ്രാർത്ഥന ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം ഈ പ്രാർത്ഥന കേട്ടു. നമ്മൾക്ക് ആ ഭാഗത്തേക്ക് വരാം. നാളുകൾ കഴിഞ്ഞു. യോസേപ്പിന്റെ പിതാവാകുന്ന യാക്കോബ് മരിക്കാറായി. അത്യാസന്ന നിലയിലായി. യാക്കോബ് മരിക്കാറായി. 48-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ. അനന്തരം യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ എഫ്രൈം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു നിന്റെ മകൻ യോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബ് ദീനമായി കിടക്കുന്നുവെന്ന് യോസേപ്പിന് അറിവ് കിട്ടി. ഇന്നാൾ ഞാൻ ഓർപ്പിച്ചതാ. അന്നേരം അവിടെ നിന്ന് വചനം അയച്ച് പ്രാർത്ഥിക്കുകയല്ല, അപ്പനെ കാണാൻ ചെന്നു. പ്രായമുള്ള അപ്പനും അമ്മയും പ്രായമായി ക്ഷീണിതരായി. അവർ സുഖമില്ലെങ്കിൽ ആത്മാവിൽ മാത്രം നിറഞ്ഞാൽ പോരാ, ചെന്നവരെ കാണണം. അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം. അവരെ ശുശ്രൂഷിക്കണം. അത് അത്യാവശ്യമാണ്. അത് ചെയ്യാതെ വേറെ കാര്യങ്ങൾക്ക് പോയാൽ ശാപം വലിച്ചു കിട്ടും. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ കാത്തിരിപ്പ് യോഗം വെക്കണമെന്നല്ല. പിന്നെയോ അറിയാമല്ലോ, അതുകൊണ്ട് പറയണ്ട. അപ്പനെ അമ്മേ ബഹുമാനിക്കുക. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച പെറ്റതള്ള വേദനിക്കുന്ന ഒരു പ്രവൃത്തിയും മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പൻ മനോവേദന എടുക്കുന്ന ഒരു കാര്യവും നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. മാതാപിതാക്കളെ നന്നായി ബഹുമാനിക്കണം. അവരെ വൃദ്ധസദനത്തിൽ വിടരുത്, അനാഥാലയത്തിൽ അയക്കരുത്. ആശ്വാസഭവനൊക്കെ അടുത്തുണ്ട്, പക്ഷേ ഇവരെ വിടണ്ട. ഒക്കെ വേറെ കേസാണ്.
മനസ്സിലായോ? മുണ്ടകപ്പാടത്തും കൊണ്ടുവിടരുത്, മാങ്ങാനം ഒക്കെ വേറെ കേസുകളാണ്. എല്ലാവരും ഇവിടുത്തെ നമ്പരും എല്ലാം മേടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ശാപം കിട്ടും നിനക്ക്, നിൻ്റെ സന്തതിക്കും ഗുണം വരികയില്ല. അപ്പനെ അമ്മയും ബഹുമാനിക്കണം. പിന്നെ ഞാൻ പ്രായമുള്ളവരോട് പറയുക, 60 കഴിയുമ്പോൾ ഒന്ന് ഒതുങ്ങിയേക്കണം. 60-65 പണ്ട് മനസ്സിൽ ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലും, ഇപ്പം അങ്ങനെ ചെല്ലുകയില്ല. കയറ്റം കയറാൻ മേല, മുട്ടിന് തേയ്മാനമുണ്ട്, പെരുമുട്ടുണ്ട്, വാദത്തിൻ്റെ അസുഖമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് കിട്ടുന്നില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് വേറൊരു പേരാ തന്നെ, ഇയർ ബാലൻസ്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഒതുങ്ങണം. ആ പഴയ പിടിവാശിയും തന്നിഷ്ടമൊന്നും പാടില്ല. മാതാപിതാക്കളും കുറേയൊക്കെ ഒതുങ്ങണം. മരുമക്കളെ മരുമക്കളായിട്ട് കാണരുത്, മോളെ പോലെ ഇടപെടണം. മനസ്സിലാകുന്നുണ്ടോ? മരുമകളെ മരുമകളായിട്ട് കാണുന്നതിൽ നല്ലത് മോളെ പോലെ കാണണം. 2-3 മരുമക്കളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയരുത്. ഇളയവളോട് മൂത്തവളുടെ കുറ്റവും മൂത്തവളോട് ഇടയുടെ കുറ്റവും പറഞ്ഞാൽ തള്ളെ നീ വെള്ളം ഇറങ്ങി ചാകുകയല്ല, അവസാനം നീ കിടന്ന് കൊഴിയും. ഒരുത്തരും കാണുകയില്ല. പെണ്ണുങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടാകും. എടി ഇന്നാൾ അമ്മ എന്നോട് അതാ പറഞ്ഞു, നിന്നോട് ഇത് പറഞ്ഞു, എന്നോട് വേറെയാ പറഞ്ഞു. എന്നാൽ നമുക്ക് ഒത്തോണ്ട് തള്ളേനെ നല്ല ശരിയാക്കണം. കൊണ്ട് തങ്കമ്മ ആവശ്യമില്ലാത്ത ദോഷമൊന്നും ഒപ്പിച്ച് വെക്കരുത്. കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ കണ്ട് മര്യാദയ്ക്ക് ജീവിച്ചോണം. ഇത് ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ഈ ബൈബിൾ ക്ലാസ് ആണെങ്കിലും ഗുണീകരണത്തിനും കൂടെ ആണല്ലോ, ജീവിതത്തിൽ ക്രമീകരണവും വരുത്തണമല്ലോ. ദൈവം നിങ്ങൾക്ക് തരുന്ന മക്കൾ 2, 3, 4, 5 ദൈവം തരുന്നതാണ്. അതിനെല്ലാം ഒരുപോലെ കരുതണം. സാമർത്ഥ്യമുള്ളവർ കാണും, സാമർത്ഥ്യം കുറഞ്ഞവർ കാണും, കഴിവുള്ളവർ കാണും, കഴിവ് കുറഞ്ഞവർ കാണും, വെളുത്തവൻ കാണും, കറുത്തവൻ കാണും, കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും. അത് വേറുകൃത്യം പാടില്ല. അങ്ങനെ വേറുകൃത്യം ഉണ്ടാക്കിയാൽ രക്ഷപ്പെടുകയില്ല. ഇപ്പം അത്ര പറയുന്നുള്ളൂ. ആട്ടെ. അപ്പം അപ്പൻ ദീനമായി കിടക്കുന്നുവെന്ന് അറിവ് കിട്ടി. സ്തോത്രം. അപ്പോൾ യോസേപ്പ് അപ്പനെ കാണാൻ ചെന്നു. അപ്പനെ അറിവ്, എൻ്റെ എന്താ അപ്പനെ പറഞ്ഞു കാണും, എൻ്റെ മോൻ യോസേപ്പിനോടൊന്ന് പറയണമെന്ന്. ചിലരെ ദീനമായി കിടന്ന പിള്ളേരോട് മിണ്ടുകയില്ല. സ്തോത്രം. അമ്മച്ചി മോനോട് അവനോട് പറയുമൊന്നും വേണ്ട, എനിക്ക് അവൻ്റെ കോളും വേണ്ട, ഉണ്ടോ? എന്നാൽ മോളോട് പറയാം, അവളോട് ഞാൻ അവളോട് മിണ്ടുകയേ ഇല്ല. കാരണം ഈ തള്ള ശരിയല്ലാതാ ഈ മോള് അടുക്കാത്തത്. മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം മക്കള് നിന്നോട് അടുക്കുകയല്ലേ, പിന്നെ വേറെ വല്ലവരും നിന്നെ വെച്ചേക്കുവോ? പറ. സ്വന്തം മോനും സ്വന്തം മകളും നിന്നോട് ശത്രുതയോടാണ് ഇടപെടുന്നെങ്കിൽ നീ വേറെ വലിയൊരു ഭൂമിക്ക് മേളി വെക്കുവോ? മിണ്ടുന്നില്ലല്ലോ. മഴയായതുകൊണ്ടായിരിക്കും. വേണ്ട, മിണ്ടണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. പണ്ടൊരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ദൈവത്തിന് മഹത്വം. അപ്പോൾ യോസേപ്പിന് അറിവ് കൊടുത്തു, നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു. യോസേപ്പ് ഉടനെ അപ്പനെ കാണാൻ ചെന്നു. അപ്പനെ കാണാൻ ചെന്നപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടാണ് ചെന്നത്. വായിച്ചേ 48 പ്രാരംഭ ഭാഗം. ഉടനെ അവർ മനശ്ശെ എഫ്രൈം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു. നിന്റെ മകൻ യോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേൽ ഇരുന്നു. യാക്കോബ് യോസഫിന് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. എന്നോട്, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. മിസ്രൈമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുൻപേ നിനക്ക് മിസ്രൈം ദേശത്ത് വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രൈം എനിക്കുള്ളവനായിരിക്കട്ടെ. രൂബേനും ശിമയോനും എന്നതുപോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ. ഇവർ 2 പേരും എനിക്കുള്ളവരായിരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇടയ്ക്കത്തെ ഭാഗമല്ല ഞാനങ്ങ് വിടുക. യോസേപ്പിനെ കാണാൻ, യോസേപ്പ് പിള്ളേരുമായിട്ട് അപ്പനെ കാണാൻ ചെന്നു. മനുഷ്യയെ പറയും 2 പിള്ളേരുമായിട്ടാണ് ചെന്ന്. അപ്പോൾ ആരോ പറഞ്ഞു, നിന്റെ മകൻ യോസേപ്പ് വരുന്നു. അപ്പോൾ യാക്കോബ് തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലേൽ എഴുന്നേറ്റിരുന്ന് പരസഹായം കൂടാതിരുന്നു. അപ്പനും മകനും കൂടെ സംഭാഷിക്കുന്നു ഹൃദയം തുറന്ന്. അപ്പൻ മോനോട് പറഞ്ഞു, മോനെ സർവശക്തിയുള്ള ദൈവം. മോനെ കണ്ടുടനെ ദൈവത്തെ പറ്റിയാണ് പറഞ്ഞു, അല്ലാതെ നമ്മുടെ കാശ് കിട്ടിയോന്നായില്ല ചോദിച്ചത്. ചെല്ലങ്ങനെ അല്ല, മറ്റേ കാശിൻ്റെ കാര്യം അങ്ങനായി. കൊച്ചനെ കണ്ടുടനെ ചോദിച്ചതാ കാശിൻ്റെ. അതുകൊണ്ട് ഇപ്പോൾ കൊച്ചുങ്ങൾ മിണ്ടുക പോലും ഇല്ല. അങ്ങോട്ട് ചെന്നാൽ അച്ഛൻ കാശിൻ്റെ കാര്യമോ പറയുള്ളൂ, ദൈവത്തെ പറ്റി ഒന്നും. അതിലെ കോളി ഞമ്മ കേൾക്കാൻ മേല, അച്ചായ കേൾക്കാൻ മേല. എന്നാൽ അച്ചാൻ പറഞ്ഞു, എനിക്ക് നല്ലതുപോലെ കേൾക്കാം, എനിക്ക് ഒട്ടും കേൾക്കാൻ മേല. എങ്ങനെയുണ്ട്?
നീ വിളിക്കുമ്പോഴെല്ലാം കാശിൻ്റെ കാര്യമോ പറയുള്ളൂ. എന്നാൽ ദൈവത്തെ പറ്റി പറയണം. കുഞ്ഞുങ്ങളോട് ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം. നീ പ്രാർത്ഥിച്ചോ, വേറെ പുസ്തകം വായിച്ചോ, യോഗത്തിന് പോയോ, നീ കൂട്ടായ്മയ്ക്ക് പോയോ, നീ കൂടുന്ന സഭയിലെ പാസ്റ്ററുടെ പേരെന്നാ, അവിടെ എത്ര കുടുംബമുണ്ട്, നീ താമസിക്കുന്നതിനടുത്താണോ സഭ, ഇതൊക്കെയാണ് കൊച്ചുങ്ങളോട് ചോദിക്കേണ്ടത്. അല്ല നീ ഫോൺ എടുത്താണ്ട് കാശ് അയച്ചോടാ, മിണ്ടുന്നില്ലല്ലോ ആരും. ഉടനെ അവൻ പറഞ്ഞ അച്ഛൻ ATM ചെല്ലേ, അയാൾ ഇന്ന് രാവിലെ മുതൽ കുത്താ. ഈ കുത്തി നിൽക്കുന്ന അല്ലാതെ ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങളോട്. സ്തോത്രം, സ്തോത്രം. അല്ല കണ്ട ഉടനെ അപ്പനും മോനോട് സംഭാഷിക്കുക. എന്ത് നല്ല സംഭാഷണമാ. അവനെ സർവശക്തിയുള്ള ദൈവം പണ്ട് കനാൻ നാട്ടിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി. എന്നോട് ഒത്തിരി ദൂത് പറഞ്ഞു. ആ ദൂതിന്റെ വെളിച്ചത്തിൽ ഞാൻ നിന്റെ മക്കളെ ഒന്ന് അനുഗ്രഹിക്കാൻ പോവുക. ഈ പിതാക്കന്മാർക്കെല്ലാം ഇന്നാൾ ഞാൻ ഓർപ്പിച്ചല്ലോ, മരിക്കുന്നതിന് മുമ്പ് നല്ല നല്ല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നാളെ ഓർപ്പിച്ചത് അബ്രഹാമിന് മരിക്കുന്നതിന് മുന്നേ ആഗ്രഹമായിരുന്നു ഇസഹാക്കിന് തക്കതായൊരു ഒരു തുണ. കാരണം 23 സാറാ മരിച്ചു, 24 ഇസഹാക്കിൻ്റെ കല്യാണം. സാറാ മരിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിലൊരു പെൺകുട്ടി അത്യാവശ്യമാണ്. വീട്ടിൽ പെണ്ണ് അത്യാവശ്യമാണ്. ഒറ്റ പൂരാട്ടമായിട്ട് പോയാലൊന്നും കാര്യം നടക്കുകയല്ല. അല്ല നീ ഒന്നെങ്കിൽ അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്, അവിടെ ഞാൻ സ്ഥലം പറഞ്ഞു തരാം, അവിടെ പോകണം. സ്തോത്രം. ഒരു കുടുംബമാണെങ്കിൽ അതിനകത്ത് ഒന്നെങ്കിൽ അമ്മ, അല്ലെ പെങ്ങള്, അല്ലെ ഭാര്യ, പ്രായമായില്ലെങ്കിൽ പ്രായമാകുമ്പോൾ വിവാഹം കഴിക്കണം. അതുവരെ അമ്മ കാണും, പെങ്ങന്മാരുണ്ടെങ്കിൽ അവർ കാണും. സ്തോത്രം. അത് അത്യാവശ്യമായ കാര്യമാണ്. പ്രായമായാൽ കുടുംബജീവിതത്തിൽ പ്രവേശിക്കണം. ചുമ്മാ ബർഗർ നിന്ന് അതിലെ നടക്കരുത്. കലിങ്കലും കയറിയിരുന്ന് ബർഗർ നിന്ന് ബർഗർ എന്നല്ലേ പറയുന്നത്. ഒരു ബർഗർ മേടിക്കുക, പാത്തിരുന്ന് കഴിക്കുക, കൂടാ ബെഡ്ഷീറ്റിന് അടി തള്ളി വെക്കുക എന്നൊരു ജീവിതമല്ല. മനസ്സിലായോ? സ്തോത്രം. അപ്പോൾ അബ്രഹാമിന് ആഗ്രഹം, ഇസഹാക്കിന് ഒരു വധു തക്ക തുണയെ വേണം. അതിനാ ദാസനെ പറഞ്ഞയച്ചത്. ഭാഗമൊന്നും ഞാനിപ്പം അത് വിവാഹ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് സന്ദർഭം കിട്ടിയാൽ അതിൽ നിന്നൊക്കെ സംസാരിക്കും. ഇപ്പം അതിനുള്ള സന്ദർഭമല്ലല്ലോ. എന്തായാലും കൊള്ളാം, നല്ല പെൺകുട്ടീനെയാണ് കിട്ടിയത്. വീട്ടിൽ നിർത്താൻ കൊള്ളാവുന്നതും അച്ചടക്കമുള്ളതും താഴ്മയുള്ളതും വിനയമുള്ളതും. റിബേക്കാട് എന്ത് നല്ല സ്വഭാവ വൈശിഷ്ട്യമാണ്. എനിക്ക് ഇച്ചിരി വെള്ളം തരാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിനക്ക് മാത്രമല്ല ഒട്ടകത്തിനോട് അതെന്ത് നല്ല മനസ്സാണ്. എന്നെങ്ങാനും ചോദിച്ചിട്ട് വെള്ളം, പിന്നെ വെള്ളം പോയെടുത്തെങ്കിലും വെള്ളം കിട്ടിയില്ലേ? വെള്ളം കുടിക്കാൻ മാത്രം ഇങ്ങോട്ട് എപ്പോഴാണെങ്കിലും എന്നെ കാണുമ്പം വെള്ളം ചോദിയില്ല. പിന്നെ എന്നെ ഇന്ദിരാഗാന്ധിയോട് എന്ന് ചോദിക്കണോ? ഞാൻ ഒരാളുടെ കാര്യമല്ല, മുഴുവൻ കാര്യമായി പറയുന്നത്. അപ്പം നല്ല മനസ്സാണ്. എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം. ഉടനെ പറഞ്ഞത്, യോ നിനക്ക് മാത്രമല്ല നിൻ്റെ. അപ്പോൾ ഇസഹാക്കിന് തക്ക തുണയാ. കാരണം അബ്രഹാമിൻ്റെ വീട്ടിൽ 318 അഭ്യാസികളും പരിവാരങ്ങളുണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിർത്താൻ കൊള്ളാവുന്നവളാ റിബേക്ക. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. സ്തോത്രം. അല്ലാതെ ഒരു ദോശ ഉണ്ടാക്കി ഇച്ചിരി ചമ്മന്തി എടുത്ത് തന്നെ തിന്നേച്ച് കയറി കിടക്കുക. ഞാനെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ അമ്മ പണ്ട് പറയും, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ. അതല്ല ജീവിതം. വീട്ടിൽ ചിലപ്പോൾ അപ്പം കാണും, അമ്മ കാണും, പ്രായമുള്ളവർ കാണും, കുഞ്ഞുങ്ങൾ കാണും, അപ്പൻ്റെ പെങ്ങന്മാർ ചിലപ്പോൾ കണ്ടെന്ന് വരും, അമ്മയുടെ വേണ്ടപ്പെട്ടവർ കണ്ടെന്ന് വരും. അവരെല്ലാം പരിപാലിച്ച് ശുശ്രൂഷിക്കണം. അല്ലാതെ മാപ്പിളയായിട്ട് ബെഡ്റൂമിൽ കയറി 2 ബർഗർ മേടിച്ച് ഒന്ന് അച്ചായനും കടിച്ച് ഒന്ന് അമ്മാമ്മയും കടിച്ചേച്ചേ. മനസ്സിലായോ? വീട്ടിലുള്ളവരുമായിട്ട് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. നിങ്ങൾ മിണ്ടാതെ തന്നെ. മിണ്ടിയിട്ടും കാര്യമൊന്നുമില്ല. ആട്ടെ, ഞാൻ പിന്നീട് ഒരു ദിവസം ആ ഭാഗം എടുക്കാം, നിങ്ങളന്ന് വന്നാൽ മതി. അപ്പോൾ എന്തായാലും കൊള്ളാം. മരിക്കുന്നതിന് മുമ്പ് അബ്രഹാമിൻ്റെ ആഗ്രഹം അതായിരുന്നു, ഇസഹാക്കിനൊരു തക്ക തുണയെ ക്രമീകരിക്കണം. ഇസഹാക്കിൻ്റെ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് ഇഷ്ടപുത്രനാകുന്ന ഏശാവിനെ ഒന്ന് അനുഗ്രഹിക്കണം. അതായിരുന്നു ഇസഹാക്കിൻ്റെ ആഗ്രഹം. എല്ലാവർക്കും മരിക്കുന്നതിന് മുന്നേ നല്ല ആഗ്രഹങ്ങളാണ്. യാക്കോബിന് മരിക്കുന്നതിന് മുമ്പുള്ള ആഗ്രഹമായിരുന്നു തൻ്റെ തലമുറകളെയെല്ലാം ഭാവികാലം സംബന്ധിച്ച കാര്യം പറയണം. അതിലുപരി യോസേഫിൻ്റെ മക്കളെ 2 പേരെയും
പേര് ചാർത്തി ഈ ഗോത്രത്തിലോട്ട് കയറ്റണം. എന്ന് പറഞ്ഞാൽ യോസേപ്പിൻ്റെ പിള്ളേരെ രണ്ടുപേരെയും ദത്തെടുക്കണം. അതായിരുന്നു മരിക്കുന്നതിന് മുന്നേ യാക്കോബിൻ്റെ ആഗ്രഹം. യോസേപ്പിന് മരിക്കുന്നതിന് മുമ്പേ ആഗ്രഹം സഹോദരന്മാരുടെ കാര്യം പറയണം. അത് പറഞ്ഞല്ലോ, ഞാൻ മരിക്കാൻ പോവുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് ദൈവം നിങ്ങൾക്കൊരു പുറപ്പാട് നൽകും കനാനിലേക്ക്. അങ്ങനെ പോകുമ്പോൾ എൻ്റെ അസ്ഥിയും ഇവിടുന്ന് കൊണ്ടുപോക്കണം. ദാവീദ് മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹമുണ്ടായിരുന്നു. അത് ശലോമോനെ വിളിച്ച് പറഞ്ഞു, മോനെ, പിതാക്കന്മാർ പോയ വഴി കൂടെ ഞാൻ പോവുക. പിന്നെ നിനക്ക് അറിയാൻ മേലാത്ത ഒന്ന് രണ്ട് കാര്യം പറയാം. യോവാബിനെ വെറുതെ വിടരുത്. ശിമെയി എന്നെ പ്രാഗി ശപിച്ചവനാ, സൂക്ഷിച്ചോണം, ബുദ്ധിയോടെ ഇടപെടണം. നീ ബുദ്ധിമാനല്ലേ. എന്നാൽ ബർസില്ലായിയുടെ മക്കളോട് ഈ മരിക്കുന്നതിന് മുന്നേ പിള്ളേരോട് കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കണം. മോനെ, ഞാൻ ആദ്യമായിട്ട് പേർഷ്യയെ പോയത് ഇന്നയാൾ മുഖാന്തരമാണ്. അവരുടെ കുടുംബത്തെ മറക്കരുത്. അല്ല, നിന്നെ സ്തോത്രം ദുബൈയിൽ പ്രസവിച്ചിട്ടതല്ല. പ്ലെയിനിൽ നിന്ന് താഴെ നേരെ സൂക്ഷം ദുബൈയിലോട്ട് വീണു. നിനക്ക് വിസ എടുത്ത് തന്നവർ, അതിന് മുഖാന്തരമുള്ളവർ ഒക്കെ അവരെ മറക്കരുത്. നിനക്ക് ആരെങ്കിലും ഒരു ഉടുപ്പ്, പോറിന് ഉടുപ്പ് ആദ്യം തന്നെങ്കിൽ അവരെ മറക്കരുത്. നിനക്ക് തിരിച്ചൊന്നും ചെയ്യാനൊക്കുന്നില്ലെങ്കിലും അവരെ മറക്കരുത്. സ്തോത്രം. നീ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചത് ആദ്യമായിട്ട്, അവരെ മറക്കരുത്. നല്ല വസ്ത്രം നിനക്ക് തന്നത് അവരെ മറക്കരുത്. അങ്ങനൊന്നും മറക്കരുത്. നിന്റെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചവരുണ്ട്. ഞാനും ശിവപാസ്റ്ററൊക്കെ ഇപ്പോഴാണ് നിങ്ങളോട് അടുത്തിടപെടുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വേറെ ദൈവദാസന്മാർ ഒത്തിരിയുണ്ട്. നിങ്ങൾക്ക് നന്മ ഉണ്ടാകുമ്പോൾ അവരെ വിളിച്ചോണം, വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിച്ച് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തോണം. അല്ലാതെ ഞാനും ശിവപാസ്റ്റർ മാത്രമേ വരുള്ളൂ, ഗ്ലോറി, വേറെ ആരെയും കയറ്റരുത്. അതൊന്നും ശരിയായ നടപടിയല്ല. ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേക ദൈവമക്കളുണ്ട്. അവരെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ലഭിക്കുന്ന നന്മ അവർ കൂടെ മിണ്ടുന്നില്ലല്ലോ. അതൊക്കെ ചെയ്യേണ്ട കാര്യം ചെയ്യണം. അവരെ മറക്കരുത്. സ്തോത്രം. അവരെ ഓർക്കണം. നമ്മളിപ്പോൾ 2 കൊല്ലമായാലും കൂടുതൽ ഇടപെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി എത്രയോ ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചു. അവരുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്തോണം. ലഭിക്കുമെങ്കിൽ അവർക്ക് നന്മ ചെയ്തോണം. ഉണ്ടെങ്കിൽ മറക്കരുത്. നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. നന്ദിയുള്ളവരായിരിക്കണം. അവരെ ഓർക്കണം. അപ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്മകളൊന്നും മറക്കാതെ നന്ദിയുള്ളവരായി ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. ദാവീദാണ് പറഞ്ഞു കൊടുത്തത്, പിതാക്കന്മാർ പോയ വഴി കൂടെ പോകുക. നിനക്ക് അറിയാൻ മേലാത്ത ചില കാര്യങ്ങൾ പറയാം. പിള്ളേർക്ക് അറിയാൻ മേലാത്ത കാര്യം പറഞ്ഞു കൊടുക്കണം. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ചില പക്വത വരികയല്ല. അവരെ പറയണം, എടാ, പ്രായമുള്ളവർ വീട്ടിൽ വരുമ്പോൾ എഴുന്നേക്കണം. അല്ല കാലും വെച്ച് കുന്തം തോണ്ടിക്കൊണ്ടിരിക്കുകയല്ല. അവിടേക്ക് നോക്കി വെച്ചു എന്നാ, അത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. പെൺപിള്ളേരോട് പറഞ്ഞു കൊടുക്കണം, മോളെ, വീട്ടിലൊരാൾ രാവിലെ വന്നാൽ, ഉച്ചയ്ക്ക് വന്നാൽ, വൈകുന്നേരം വന്നാൽ, സന്ധ്യ കഴിഞ്ഞ് വന്നാൽ ആദ്യം അവരോട് ഇരിക്കാൻ പറയണം. അയ്യോ, കയറി ഇരുന്നാട്ടെ. ഇതൊക്കെ മര്യാദ, സാമാന്യ മര്യാദപ്പെട്ടതല്ലേ. കയറി ഇരുന്നാട്ടെ. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണ് പറയുന്നത്. എന്തുവാ, കാപ്പിയാണോ ഇഷ്ടം, ചായയാണോ ഇഷ്ടം, രണ്ടും ഉണ്ട്, ഏതാ ഇഷ്ടം, അതൊക്കെ ചോദിക്കണം. മധുരം ഉപയോഗിക്കുമോ, അതാണ് കുറച്ചുകൂടെ നല്ലത്. കയറി ആദ്യം കയറി, ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കുനിഞ്ഞിരിക്കരുത്. ബോധമില്ലാത്ത ഒത്തിരി ഉണ്ട്. അതിനായി ബോധം വരാനായി ബൈബിൾ ക്ലാസ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞ ഇങ്ങനെ ഇരുന്ന നിനക്ക് വട്ടാ. സാമാന്യ മര്യാദയുണ്ട്. ഒരാൾ വീട്ടിൽ വന്നാൽ ചില കട്ടനിടയിൽ കൂടെ നോക്കിയാൽ ചകത്തോട്ട് കയറിപ്പോ. എന്തോ ഒരു ഈ ചീത്തത്തരമാണെന്നറിയാവോ. ഒക്കെ പറഞ്ഞു കൊടുക്കണ്ടേ പിള്ളേരോട്. ഒരാൾ വീട്ടിൽ വന്നാൽ ചോദിക്കണം, അയ്യോ എവിടുന്നാ വരുന്നേ, കയറി ഇരുന്നാട്ടെ, വന്നാട്ടെ, ഇരുന്നാട്ടെ. ദൈവമക്കളെ കാണുമ്പോൾ അറിയാമല്ലോ. എല്ലാവരും ചിലപ്പോൾ അകത്ത് കയറ്റി ഇരുത്താനും ഓക്കെ അല്ലേ. ദൈവമക്കളെ ഇരുത്താം, ഒരു കുഴപ്പമില്ല. അല്ലാത്ത ദൈവമക്കളെക്കാളും നന്നായിട്ട് ഇടപെടുന്ന എത്രയോ പേരുണ്ട്. ഇരുന്നാട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അടുത്ത നടപടി, മധുരം ഉപയോഗിക്കുമോ. അപ്പോൾ അവർക്ക് വന്നവർക്ക് ബോധമുള്ളവരാണെ പറയും ചായയോ കാപ്പിയോ എടുക്കാനാ. അവർ കുടിച്ചാ ചാ വന്നെങ്കിൽ പറയും, അയ്യോ വേണ്ട, ഞങ്ങൾ ഒരെണ്ണം കുടിച്ചു.
കുടിക്കാൻ താല്പര്യമുള്ളവരാന്ന് പറയാം, ആ മധുരം ലേശം ചേർത്താട്ടെ എന്ന് പറഞ്ഞാൽ ബോർഡർ നിൽക്കി, അതുകൊണ്ടാ ലേശം ചേർത്ത. ഒക്കെന്നെങ്കിൽ സാഹചര്യം അനുകൂലമാണ് ചോദിക്കണം, ചായ ആണോ ഇഷ്ടം, കാപ്പിയാ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ചാ അതാണോ ഇഷ്ടം? അപ്പോൾ അവർ പറയും എന്തുവായാലും കുഴപ്പമില്ല, അല്ല രണ്ടും ഉണ്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ അവർ ചിലപ്പം ഫ്രീ ആയിട്ടുള്ളവരാണെന്ന് പറയും, ആ എന്നാൽ കാപ്പി എടുത്താട്ട്. കുറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ കുറയ്ക്കാൻ മേടിച്ച് ആദ്യം രാത്രി ഇരുന്ന് അങ്ങ് തിന്നു. ഇനി കുറയ്ക്കാൻ എന്നാ? സ്തോത്രം. മിണ്ടുന്നില്ലല്ലോ ആരും, എങ്ങാണ്ടെല്ലാം കൊള്ളുന്നുണ്ട്. അതാ ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. സ്തോത്രം. നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ ആ ആളിനോട് നല്ല രീതിയിൽ ഇടപെടണം. ഇതൊക്കെ പഠിക്കണ്ടേ? അല്ല അന്യഭാഷ മാത്രം പറഞ്ഞിരുന്നാൽ ഒക്കത്തില്ല. ഇതൊക്കെ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ ദൈവദാസന്മാർ പല ഇടങ്ങളിൽ പോകുന്നതില്ലേ, അപ്പം ഞങ്ങളോട് ഇടപെടുന്ന വിധങ്ങളും രീതികളും ഒക്കെ ഞങ്ങൾക്കറിയാം. എന്ത് മാന്യമായിട്ട് ആൾക്കാർ ഇടപെടുന്നത്. ഞങ്ങളുടെ നിറം കൊണ്ട് ഇടപെടുന്നതാണോ? അല്ല. കുലമഹിമ കൊണ്ടാണോ? കുടുംബശ്രേഷ്ഠത കൊണ്ടാണോ? അല്ല. വലിയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടാണോ? അല്ല. ഒരു ശ്രേഷ്ഠതയില്ല. ഈ പുസ്തകം എടുത്തുകൊണ്ടാണ്. ഇതെടുത്ത കൊണ്ടാണ്. ആരെങ്കിലും നിനക്ക് പച്ചവെള്ളം തരുന്നത് നിൻ്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ നിൻ്റെ ഗീർവാണം കൊണ്ടല്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്ന കൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം. എന്തെങ്കിലും നമുക്ക് നന്മ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ മാർഗത്തിൽ വന്നതുകൊണ്ടാണ്. അഭിലാഷം നിന്നിതനായി തിരുപദാണഭിമാനം, നിന്നിതനായി തിരുപദാണഭിമാനം. അനുഗമിച്ചിടും ഞാൻ പരനേ പരനേ, കുരിശിൽ മരിച്ചുയർത്ത നാഥനേ, ഇന്നോ എന്നോ മാറ്റമില്ലാത്ത വല്ലഭനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ. അപ്പൊ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾക്കറിയാൻ മേലാത്ത കാര്യം കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ അവരോട് നല്ല രീതിയിൽ ഇടപെടാൻ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം. ഞാൻ എപ്പോഴും കാര്യങ്ങളൊക്കെ പറയുന്നതാ, നിങ്ങൾക്കും അറിയാൻ കേട്ടിട്ടുണ്ട്. പ്രായമുള്ള അമ്മയുണ്ടെങ്കിൽ അവർ കുളിക്കാനായിട്ട് ചൂടുവെള്ളം അവർക്ക് അത്യാവശ്യമാണ്, അത് കൊടുക്കണം. വെട്ടിത്തിളപ്പിച്ച് കൊടുക്കുകയും ചെയ്യരുത്. അമ്മേനെ ഒത്തിരി നാൾ കൊണ്ടൊന്ന് കുളിപ്പിക്കണമെന്ന് ഓർത്ത് 140 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളപ്പിച്ച് കയറുതള്ളേ ബാത്റൂമിലോട്ട് കോരി ഒഴിച്ച് താണ്ട് നീറി. ഇനി പിന്നെ ആയിസ് കുളിപ്പിക്കുകയും വേണ്ടല്ലോ. പഴയ ഭാഷപ്രയോഗം പഴയ രീതിയിൽ പറഞ്ഞാൽ വെള്ളം കാഞ്ഞു എന്ന് കൈയിട്ട് നോക്കണം, അന്നേരം അറിയാം. അതുകൊണ്ട് കൊടുത്ത് ഇഞ്ചയാന്നേ ഇഞ്ച, ചകിരിയാന്നേ ചകിരി. പ്രായമുള്ളവർക്ക് ചകിരി കൊടുക്കാതിരിക്കുന്നതാണല്ലോ ഇഞ്ചയാണ് നല്ലത്. ഇഞ്ചയും ചകിരിയൊന്നും മേടിക്കാനല്ല കിട്ടിയില്ലെങ്കിൽ ഈ വാഴയുടെ ഇലയുണ്ട്, അത് ചെറുതായിട്ട് കീറണം. വാഴയില ഇതൊക്കെ മാർഗം ഞാൻ പറഞ്ഞു തരാം. വാഴയില കുഞ്ഞു കുഞ്ഞായിട്ട് കീറിച്ച് കൈ വെച്ച് ആദ്യം ഒന്ന് തിരുമണം. തിരുമ്പം അതിന് മയം വരും. ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് തിരുമണം. തിരുമ്പം അതിന് മയം വരും. അതിട്ട് അമ്മയുടെ പുറവൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. മരുമകളോ മോളോ കൊച്ചു പെൺപിള്ളേരുണ്ടെങ്കിൽ അവർ അമ്മ ബാത്റൂമിൽ കയറുമ്പം. മനസ്സിലായോ? മിണ്ടുന്നില്ലല്ലോ. ചെയ്യണം. സ്തോത്രം. തൊണ്ടിട്ട് തേക്കുകയും ചെയ്യരുത്. പ്ലസ് ഇന്നലെ പൊതിച്ച തേങ്ങയുടെ പച്ചത്തങ്ങയുടെ തൊണ്ട് കിടപ്പുണ്ട്, പപ്പാതി മുറിച്ചോണ്ട് വന്ന് നമുക്ക് അമ്മച്ചനെ ഒന്ന്
തേക്കാം. വന്ന കാലം മുതൽ അമ്മ എന്നെ ഒന്ന് തേക്കണമെന്ന് തൊണ്ടിട്ട് തേച്ച് തൊലി 7 ഉരിഞ്ഞു തള്ളയാ നീറി നിൽക്കുക ഇങ്ങനെ. മനസ്സിലാകുന്നുണ്ടോ? ചെയ്യേണ്ട വിധമുണ്ട്. പ്രായമുള്ളവർക്ക് വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ ഒരു കട്ടൻ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് അവർക്ക് 5:30 ആകുമ്പോൾ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നന്ന്. ഇനി 5:30 എഴുന്നേക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാന്ന് ഇപ്പം ക്രമീകരണമൊക്കെ ഉണ്ടല്ലോ. ഫ്ലാസ്ക് കാണും, രാത്രിയിലെ ഇട്ട് വെച്ച് അവരുടെ മുറി കൊടുത്തേക്കണം. അപ്പോൾ അവർക്ക് രാവിലെ ഊറ്റി കുടിക്കാം. ഇതൊക്കെ ചെയ്യണം. രാവിലെ സിയോങ്കിതാവിൽ എടുത്തോണ്ട് ഇങ്ങോട്ട് ഓടി വന്നൊരു കസേര കയറി സാധനവും പിടിച്ച് കുപ്പിയും താത്ത് വെച്ച് സൈഡിൽ കൂടെ അറുകല്ല തുള്ളും പോലിരുന്ന് തുള്ളുക. ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടായോ? പ്രായമുള്ള അപ്പൻ പ്രായമുള്ള അമ്മ അവരെ ശുശ്രൂഷിക്കണം. രാവിലെ ഇങ്ങോട്ട് ഒരുങ്ങുമ്പോൾ അവർക്ക് വസ്ത്രം കൊടുക്കാൻ ചിലപ്പോൾ കൈയൊന്നും വഴങ്ങുകയില്ല, അതൊക്കെ ചെയ്തു കൊടുക്കണം. അമ്മ സാരി ഉടുക്കുന്നെങ്കിൽ ഞൊറിഞ്ഞു കൊടുക്കണം. ആ മുന്താണി എല്ലാം നല്ലതായിട്ട് നുറിഞ്ഞു കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? അല്ല തള്ള വടയക്ഷി വരും പോലെ പുറകെ വന്നിരിക്കുക, നീ മുന്നിൽ സ്കാർഫൊക്കെ കെട്ടി ജീസസ്. എൻ്റെ തള്ള ആ വടയക്ഷി ഇരിക്കും പോലെ പുറകെ ഇരിക്കുന്നത് അതൊന്നും പാടില്ല. മനസ്സിലാകുന്നില്ലായിരിക്കും അല്ലയോ? പിന്നീട് മനസ്സിലായിക്കോളും. ചെയ്യേണ്ട കാര്യമെല്ലാം നന്നായിട്ട് ചെയ്യണം. പിള്ളേർക്ക് അറിയാൻ മേലാത്ത കാര്യം അവരോട് പറഞ്ഞു കൊടുക്കണം. എടാ ഇത് അപ്പൻ്റെ ഏട്ടനാ, ബഹുമാനിക്കണം. ഇത് അമ്മയുടെ ചേട്ടത്തിയാ, ബഹുമാനിക്കണം. ഇത് അപ്പൻ്റെ അനിയൻ ഉപ്പാപ്പനാ, ഉപ്പാപ്പനുമായിട്ട് പന്ത് കളിക്കാൻ നടക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പന്ത് കളി എന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഓരോ രീതികളുണ്ട്. ഇത് കുടുംബത്തിലെ കാരണവരാ, മൂത്തയാളാ, ബഹുമാനിക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം പിള്ളേരോട്. ഒരാൾ വന്നാൽ എഴുന്നേക്കണം, കാര്യങ്ങൾ ചോദിക്കണം. സ്തോത്രം വേണ്ടേ? അത്യാവശ്യമാണ്. നിങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഞാനങ്ങ് കയറി പറയാം. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു മുണ്ടും ഒരു കൈലിയും ഒരു തോർത്തും ഒക്കുന്നെങ്കിൽ, സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു സോപ്പും എല്ലാം സെപ്പറേറ്റ് മാറ്റി വെച്ചോണം. എപ്പോഴാണ് ഒരു അതിഥി വരുന്നെന്ന് അറിയത്തില്ല. അപ്പോൾ അത് പെട്ടെന്ന് എടുത്ത് കൊടുക്കണം. സോപ്പ് തപ്പി ഊപ്പാട് വന്ന് പിന്നെ അവസാനം കൊണ്ട് കൊടുത്തുന്ന ഇത് എടുക്ക്, പട്ടിയുടെ നാക്ക് പോലെ. കണ്ടിട്ടില്ലേ പട്ടിയുടെ നാക്ക്? തേച്ച് പിന്നെ പാസ് അതിനകത്ത് ബന്ധനം അടിക്കുക. കാരണം അമ്മാമ്മയുടെ മുടി പാസൊക്കെ അടിക്കാനുള്ള കൃപയൊക്കെ ദൈവം കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് അഴുകിയ അതിൻ്റെ പോരുകളെ ശ്രദ്ധിക്കണം. ഇനി അഥവാ നമുക്ക് പുതിയ സോപ്പില്ല, പഴയ സോപ്പാന്നേലും ഉപയോഗിച്ചതാന്നേലും ചാക്കോ സാർ ഞങ്ങളെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറ് അതൊന്നുകൂടെ കൊണ്ടുപോയി കഴുകി ആ സോപ്പ് പൊട്ടിയും കഴുകണം. അയ്യോ ചില സോപ്പ് പൊട്ടിയെ തൊടാനൊക്കത്തില്ല, അതിൻ്റെ വങ്കിലും സൈഡിലും എല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കുക. ഉച്ച കഴിഞ്ഞ് പോയി നോക്ക്, സോപ്പ് പൊട്ടിയല്ല. ശ്രദ്ധിക്കണ്ടേ? ചില പല സ്ഥലങ്ങളിൽ ചെല്ലുന്നുണ്ട്, ബാത്റൂമിൽ കണ്ടില്ലേ നേരത്തെ ഷേവ് ചെയ്ത മുഴുവൻ ബ്രഷും അവിടെ അത് ഡിസ്പോസിബിൾ കിടപ്പുണ്ട്. ചാകിരി മിണ്ടുന്നില്ലല്ലോ ആരും. അത്യാവശ്യമായിട്ട് ഇതൊക്കെ പൊതുവെ പറയേണ്ട കാര്യങ്ങളാണ്. നിങ്ങളോട് മാത്രമല്ല, ഓൺലൈനിൽ ചിലർ കാണും, അവരും ഗുണമാകട്ടെ. അത്യാവശ്യമായിട്ട് ബാത്റൂമിന് കൊളുത്തുണ്ടായിരിക്കണം. അല്ല ചരട് കെട്ടി ഒരു ചരടെ പിടിച്ചോണ്ടിരിക്കുക. അയ്യോ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന്, അതുകൊണ്ടായി പറഞ്ഞത്. നിങ്ങൾ രസിക്കാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാം അനുഭവത്തിൽ നിന്നാണ് പല കാര്യം പറയുന്നത്. എടാ ഒരു കൊളുത്ത് മേടിക്കാൻ 150 രൂപ പോരെ? ചരടെ വിളിച്ച് നീ എന്നാ പറഞ്ഞാൽ പട്ടം പറപ്പിക്കുകയല്ലേ അവിടെ ഇരുന്നു. ചെയ്യേണ്ട കാര്യമെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. വീടും പരിസരവും വൃത്തിയായിരിക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെ ആവതുണ്ടെങ്കിൽ മിറ്റവും പരിസരവും തൂത്ത് വൃത്തിയാക്കണം. ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അല്ല ചുമ്മാ മറുഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊന്നും നടക്കുകയല്ല. ഇടയ്ക്കിടയ്ക്ക് 2 കുടച്ചിലും അടുത്ത് ആർക്കും ഇരിക്കാൻ മേല. അതൊക്കെ ആവശ്യമാണ്. ചെയ്യേണ്ട കാര്യമെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. സ്തോത്രം. ആട്ടെ, ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ എനിക്ക് അവസരം കിട്ടുമ്പോഴല്ലയോ ഇത് പറയാൻ പറ്റുള്ളൂ.
ഹെബ്രോൻ ചർച്ച് വരുന്ന എല്ലാവരും ഒന്നുക്കൊന്നൊക്കെ മെച്ചമായിരിക്കണം. ആൾക്കാർ പറയണം ഏതായാലും അവരവിടെ പോകാൻ തുടങ്ങിയത് കൊണ്ട് ഒത്തിരി എന്ന് പറയിപ്പിക്കണം. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് വരുമ്പോൾ അയിരത്തുകാർ വേണം പാസ്സായാലും നിങ്ങളുടെ കൂടെ വരാൻ തുടങ്ങിയോണ്ട് കുറച്ച് അല്ലാതെ അവിടെ വന്നിട്ടും ഗുണമില്ല. എങ്ങാനും എൻ്റെ കേൾക്കവില്ല അയലത്തുകാർ പറഞ്ഞ നിങ്ങളുടെ വീട്ടിൽ യോഗം വെക്കുമ്പോൾ അയലത്തുകാരെയും കൂടെ വിളിക്കണം. അല്ലാതെ ടിൻഷീറ്റിട്ട് മറച്ചേച്ച് അവരോട് മിണ്ടരുത്, നമുക്ക് പയ്യിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവരെയും വിളിക്കണം. ഞാനാണേലും വീട്ടിൽ വന്നാൽ അയലത്തെ വീട്ടിൽ കയറി ആദ്യം അന്വേഷിക്കും ഞങ്ങളുടെ ആളെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ഇതിനെപ്പറ്റി സാക്ഷ്യം വല്ലതും ഉണ്ടോ എന്ന്. അതോ നീ അവരുമായിട്ട് കൊമ്പ് കോർത്തിരിക്കുകയാണോ? സ്തോത്രം. മിണ്ടുന്നില്ലല്ലോ ആരും. എല്ലാം നല്ല നീറ്റായിരിക്കണം. ആൾക്കാർ പറയണം ഏതായാലും അവരവിടെ പോകുന്നത് കൊണ്ട് ഗുണമായെന്ന് പറയിപ്പിക്കണം. അല്ല പിന്നെ പാടി പ്രാർത്ഥിച്ച് എല്ലാം ഒന്നിച്ച് നരകത്തിൽ പോകാമെന്നല്ലാതെ സഭയായിട്ട് നരകത്തിലോട്ട് പോവുക. എന്തിനാ അങ്ങനെ പോകുന്നത്? സ്തോത്രം. എല്ലാം നീറ്റായിരിക്കണം. അതുകൊണ്ടായി പറയുന്നത്. അതെ, അപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പ് പിതാക്കന്മാർക്ക് ഇങ്ങനെ ആഗ്രഹം, യാക്കോബിൻ്റെ ആഗ്രഹം, ഈ യോസേപ്പിന് ജനിച്ച 2 പിള്ളേരെ പേര് ചൊല്ലി ചാർത്തി ദത്തെടുത്തി ഗോത്രത്തിലോട്ട് പേര് ചാർത്തി കയറ്റുക. അപ്പോൾ യോസേപ്പിനോട് അപ്പം ചോദിച്ചു, ആട്ടെ മകനെ, ഞാൻ മിസ്രയീമിൽ വരുന്നതിന് മുമ്പ് നിനക്ക് 2 പിള്ളേർ ജനിച്ചെന്ന് ഞാൻ കേട്ടു. അവരെ 2 പേരെ ഇഞ്ഞു കൊണ്ടുപോവാ. ആ പിള്ളേരെ രൂബേനും ശിമയോനും എന്നതുപോലെ അവർ 2 പേരും എനിക്കുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ രൂബേന്റെയും ശിമയോന്റെയും അവകാശമെടുത്ത് ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ പോവുക. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ രൂബേനും ശിമയോനും യാക്കോബിന്റെ പുത്രന്മാരിൽ മൂത്തവൻ രൂബേൻ, രണ്ടാമത്തവൻ ശിമയോൻ, മൂന്നാമത്തവൻ ലേവി, നാലാമത്തവൻ യഹൂദ. 4 കലാപുലി പോലുള്ള 4 പിള്ളേർ യാക്കോബിന് ലേയെ കൂടി ജനിച്ചു. അതിലെ രൂബേന്റെയും ശിമയോന്റെയും അവകാശങ്ങൾ എടുത്ത് ഞാൻ ഈ പിള്ളേർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാവകാശം ഞാൻ യോസേപ്പിനും അവൻ്റെ മക്കൾക്കും കൊടുക്കാൻ പോവാം. അതാ അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിപ്പിച്ചല്ലോ, ജ്യേഷ്ഠാവകാശം യോസേപ്പിന് ലഭിച്ചെന്ന. ജ്യേഷ്ഠാവകാശം യോസേപ്പിന്. ആ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൽ ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചേ. അവനല്ലയോ ആദ്യജാതൻ. അപ്പോൾ അവനല്ലയോ അവൻ തന്റെ പിതാവിന്റെ ശൈലിയെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം യോസേപ്പിന്. അപ്പോൾ താഴെയുണ്ട് യോസേപ്പിന് കൊടുത്തെന്ന് വേറൊരു വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യോസേപ്പിന് കൊടുത്തു. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പോൾ യോസേപ്പിന് ഈ അവകാശം, ജ്യേഷ്ഠാവകാശം കൊടുക്കുക. ദൈവത്തിന് മഹത്വം. ഇത് രൂബേനും ശിമയോന്റെ അവകാശം എടുത്ത് കൊടുക്കാൻ പോവാ കുഞ്ഞുങ്ങൾക്ക്. അതെന്താ അങ്ങനെ കൊടുക്കാൻ കാര്യം? നിങ്ങൾക്ക് വചനം പഠിക്കുന്നവർക്കറിയാം. രൂബേനും ശിമയോനും കൂടെ നാടൻ ഭാഷ പറഞ്ഞ യുവന്മാര് ഇടങ്കേടുണ്ടാക്കി ഗോത്രത്തിനകത്ത്. നാളെ ഓർപ്പിച്ചതാ, നിങ്ങളും വായിച്ചതാ. ഇവരുടെ പെങ്ങള് നാട് കാണാൻ പോയ സമയത്ത് ശേഖേം പൗരൻ ഹമോരിൻ്റെ മകൻ ശേഖേം അവളെ ഇഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുപോയി. ഈ വിഷയത്തിൽ അവരുമായിട്ട് ഉടമ്പടി ചെയ്ത് യാക്കോബ് അപ്പൻ്റെ ആജ്ഞ ലംഘിച്ചുകൊണ്ട് അപ്പൻ്റെ അനുവാദമില്ലാതെ ഇവർ 2 പേരും ആരാ? ശിമയോനും ലേവിയും. രൂബേനും ശിമയോനും. അതിലെ രൂബേൻ അപ്പൻ്റെ ശൈലിയെ അശുദ്ധമാക്കി. ശിമയോനും ലേവിയും അപ്പൻ്റെ ആജ്ഞ അനുസരിക്കാൻ അപ്പൻ്റെ അനുവാദമില്ലാതെ ഇവർ ശേഖേം പൗരന്മാരെ വെട്ടിക്കൊന്നു. അപ്പോൾ രൂബേൻ അപ്പൻ്റെ ശൈലിയെ അശുദ്ധമാക്കി അവൻ്റെ ജ്യേഷ്ഠാവകാശം യോസേപ്പിന് കൊടുത്തു. ശിമയോനും ലേവിയും കൂടെ ഈ സാഹസകാര്യം ചെയ്തെങ്കിലും ശിമയോനാണ് കൂടുതൽ പരുവക്കേടായി തീർന്നത്. ലേവി ഇടയ്ക്ക് കയറി രക്ഷപ്പെട്ടു, ശിമയോൻ രക്ഷപ്പെട്ടില്ല. രൂപൻ ചെയ്ത പാപത്തെ പറ്റി ഉൽപ്പത്തി പുസ്തകം 35-ന്റെ 22-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ വായിക്കണ്ട ഇങ്ങനെ ആ പദം, ഇസ്രായേൽ അത് കേട്ടു. ഇസ്രായേൽ കേൾക്കത്തക്ക വിധത്തിൽ, ദൈവനാമം ദുഷിക്കത്തക്ക വിധത്തിൽ രൂബേൻ പാപം ചെയ്തു. ആ വിഷയത്തിൽ രൂബേനെ ശിക്ഷിക്കുക.
എന്നാൽ ശിമയോനും ലേവിയും അവര് സഹോദരന്മാരെന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ആ 49 അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യം വായിച്ച് 5 മുതൽ. ശിമയോനും ലേവിയും സഹോദരന്മാർ. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. ആ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എന്മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. അപ്പൊ ശ്രദ്ധിക്കുക, താഴോട്ടുള്ള വേദഭാഗം എല്ലാം കൂടെ പഠിച്ചു വരുമ്പോൾ ഈ ശിമയോന്റെയും ലേവിയുടെയും കുറ്റകൃത്യങ്ങള്, അതിലെ ആ ഭാഗം 1, അവർ തങ്ങളുടെ ആ കുറ്റകൃത്യങ്ങളിൽ തനിനിറം കാണിച്ചു. ശിമയോനും ലേവിയും തനിനിറം കാണിച്ചു. ഈ വിഷയങ്ങൾ വരുമ്പോൾ ആ ഓരോരുത്തരുടെ തനിനിറം വെളിപ്പെടുന്നത്. വെള്ളയിട്ട് ക്ലീൻ ഷേവായി കമ്മലും മാലയെല്ലാം ഊരി, നല്ല കാര്യം. വെള്ളയിട്ട് ഈ 3-3.5 മണിക്കൂർ ഇതിനകത്തിരുന്ന ആൾക്കാരുടെ തനിനിറം പിടികിട്ടുകയല്ല. ഇവിടെ ഇരുന്നിങ്ങനെ ഞങ്ങൾ രണ്ടും ഇങ്ങനെ ലീഡ് ചെയ്ത് പ്രസംഗിക്കുമ്പം തനിനിറമൊന്നും നിങ്ങൾക്ക് പിടികിട്ടുകയല്ല. സ്തോത്രം. ഹാർമോണിയം വായിക്കുന്നുണ്ടോ, തബല വായിക്കുന്നുണ്ടോ, തനിനിറം പിടികിട്ടുകയല്ല. അത് 3 മണിക്കൂർ ആർക്കും പിടികിട്ടുകയല്ല. ചടികടാൻ സഹോദരിമാർ വാക്യം വായിച്ചാലൊന്നും തനിനിറം പിടികിട്ടുകയല്ല. മിണ്ടുന്നില്ലല്ലോ. തനിനിറം പിടികിട്ടണമെങ്കിൽ വിഷയങ്ങൾ വരണം. ഒരു പ്രതിസന്ധി വന്നപ്പോൾ രണ്ടിൻ്റെയും തനിനിറം വെളിപ്പെട്ടു. പെങ്ങളോടുള്ള അഗാധ സ്നേഹം നിമിത്തമാ പോയെന്ന ആങ്ങളമാരുടെ വാദം, പക്ഷേ രണ്ടിൻ്റെയും തനിനിറം. സ്തോത്രം. ഞാൻ ഇന്നാൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. അത് ഞാൻ എപ്പോഴും പറയും. പണ്ട് ദാനിയേൽ മാത്യു ഒരു സഭയിൽ ഇരുന്നപ്പോൾ ഏതാണ്ടൊരു പ്രശ്നം വന്നപ്പോൾ, നമുക്ക് പറയാൻ കൊള്ളുന്നതല്ല, എന്നാലും അദ്ദേഹം പറഞ്ഞ, പുള്ളി രസികനാ, അദ്ദേഹം പറഞ്ഞപ്പോൾ സഭയിലൊരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റേ ഇനി ആ വാചകം പറഞ്ഞ അടി ഉള്ളുവെന്ന്. പുള്ളി പറഞ്ഞു, ജോയി നീ എന്നെ അടിച്ചാൽ ആ സ്പോട്ട് ഞാൻ നിന്നെ തിരിച്ചടിക്കും, തന്നെയല്ല അവസരം കിട്ടുന്നിടത്തെല്ലാം നിന്നെ തല്ലും. അവർ തമ്മിലുള്ള വിഷയമാണ്, എന്നാലും നമുക്കത് പാടില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്നാളും പറഞ്ഞത് ഒന്നുകൂടെ പറയുക. ഇനി അവസരം കിട്ടുമ്പോഴെല്ലാം ഞാനിത് പറയും. നമ്മൾ ചിലരുടെ ഇരിപ്പും നോട്ടവും കണ്ടാൽ ഓർക്കും പാവമാണ്. അല്ല, ഇവൻ പാവമല്ല. ഇവൻ്റെ ഇതിൽ ഇപ്പം കാശില്ല, വണ്ടിയില്ല, വീടില്ല, പരുവക്കേടായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ഇവൻ പാവം അല്ല. ഇവൻ്റെ ഇത് കിട്ടട്ടെ, ഇവൻ്റെ തനിനിറം വന്നാലും വെളിപ്പെടും. ഇപ്പം ഇങ്ങനെ പമ്മി ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ പാവം, ഇവൻ പാവമല്ല, ഇവൻ കാളകൂടമാണ്. കാളകൂടം എന്ന് പറഞ്ഞാൽ വിഷത്തിൽ മാരക വിഷമാണ്. കാളകൂടം വിഷമാണ്. നമുക്കിങ്ങനെ ആൾക്കാരെ പിടികിട്ടുകയല്ല. ആൾക്കാരുടെ നന്നായിട്ട് ഇടപെട്ട് നല്ലതുപോലെ ഇടപെടുമ്പോൾ ആ തനിനിറം വെളിപ്പെടുന്നത്. പണ്ടൊരു പത്രം ഉണ്ടായിരുന്നു, തനിനിറം. തങ്കച്ചാൻ ഓർക്കുന്നുണ്ടോ? തനിനിറം. അതാ പഴയ ആൾക്കാർക്ക് അറിയാം തനിനിറം. കൃഷ്ണൻ നായർ, അതാ എം കൃഷ്ണൻ നായർ അല്ലേ? അതാ കൃഷ്ണൻ നായരുടെ തനിനിറം. പുള്ളിയെപ്പറ്റി രസകരമായിട്ട് ഒരാൾ പറഞ്ഞത്, കോടതിയുടെ വരാൻ ഒരു പായും തലകണയും വെച്ചേക്കായിരുന്നെന്നാ. കാരണം എന്നും പുള്ളിക്ക് കേസാണ്. കാരണം ഓരോരുത്തരുടെ തനിനിറമാണ് പുള്ളി എഴുതുന്നത്. അതിന് അവിടെ കോടതി ആരംഭിക്കണം പറയാം, ഇന്നയാള് കയറി വന്നാട്ടെ. എപ്പോഴും പുള്ളി എന്നും കേസാണ്. അതുകൊണ്ട് പുള്ളി അവിടെ തന്നെ തനിനിറം. അപ്പോൾ ഓരോരുത്തരുടെ തനിനിറം പ്രത്യേക സന്ദർഭത്തിലാണ് വെളിപ്പെടുന്നത്. ഞാൻ ആ ഭാഗം വിശദീകരിച്ച് പോകുന്നില്ല. ഒന്ന്, ഈ ശിമയോനും ലേവിയും ഈ വിഷയത്തിൽ ഇവരുടെ തനിനിറം വെളിപ്പെട്ടു. അത് യാക്കോബ് പറയുന്നുണ്ട്, അവർ സഹോദരന്മാരെന്നാണ് കൊടുത്തേക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? വായിച്ചേ. ശിമയോനും ലേവിയും സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ, നാടൻ ഭാഷയെ പറഞ്ഞാൽ സഹോദരന്മാരെന്ന് പറയാൻ കാരണം രണ്ടും ഒരു ജോഡിയാ, അല്ലേ? രണ്ടും ഒരേ ജോഡി. ശിമയോനും ലേവിയും ഒരപ്പൻ്റെ അമ്മയുടെ ഒരേ ജോഡിയാ. രണ്ടും ഒരുപോലെ ഇരിക്കുക. അതാണ് ഈ തനിനിറം വെളിപ്പെടുന്നത്. ഈ 12 പേരുടെ ഇടയിൽ ഇവർ 2 പേരും ഒരു ഗ്രൂപ്പാണ്. ആകെ 12 എണ്ണമുള്ള 12 എണ്ണത്തിൽ
ഇവരൊരു ഗ്രൂപ്പാണ്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ഒരപ്പനും അമ്മയ്ക്കും 4, 5, 8 മക്കളുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായിരിക്കണം. സ്തോത്രം. ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒരു സഭ, ആ സഭയിലുള്ള വിശ്വാസികളെല്ലാം ഒറ്റക്കെട്ടായിട്ടായിരിക്കണം. ഇതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കരുത്. ഒരു കുടുംബം, അപ്പനും അമ്മയും മക്കളും പ്രായമുള്ളവർ ഒറ്റക്കെട്ടായിരിക്കണം. അത് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ. ഗ്രൂപ്പ് ഉണ്ടാക്കരുത്. ഈ 12 എണ്ണത്തിനിടയിൽ ഇവന്മാർ രണ്ടും ഒരു ജോഡി ഗ്രൂപ്പ്. ഒന്ന്, ഈ വിഷയത്തിൽ ഇവരുടെ തനിനിറം വെളിപ്പെട്ട്. 2, ഒരേ ജോഡി. 3-മത്തെ ഇവരുടെ പാപം, ഇവർ മനുഷ്യരോടും മൃഗങ്ങളോടും ക്രൂരത കാണിച്ചു. വിവരിക്കുന്നില്ല. 3-മത്തെ പാപമാ മനുഷ്യരോടും മൃഗത്തോടും ക്രൂരത. 4-മത്തെ പാപം, ആ 4-മത്തെ പാപത്തിന് 3 പ്രകൃതിയാണ്. 1 ശാഠ്യം, 2 കോപം, 3 ക്രോധം. ഇത് 3 ഇവരുടെ ജീവിതത്തിലാണ്. ശാഠ്യം, കോപം, ക്രോധം. നിങ്ങൾ ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതിന്റെ കോപത്തിൽ 7-മത്തെ വാക്യം വായിച്ചേ. അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും, അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധം. അതിന് തൊട്ടു മുകളിലുണ്ട് തങ്ങളുടെ ശാഠ്യത്തിൽ. മതി. അപ്പോൾ ശാഠ്യം, കോപം, ക്രോധം, ഇത് 3ഉം ശിമയോനും ലേവിയുടെ ജീവിതത്തിലാണ്. ശാഠ്യമുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പിടിവാശി, ശാഠ്യം. ഇന്നലെ രാത്രി കേട്ടല്ലോ, ശാഠ്യമുള്ളവർ രക്ഷപ്പെടുകയല്ല, രക്ഷപ്പെടത്തില്ല അവർ. ക്രോധവും കോപവും. ഈ ക്രോധവും കോപവും ഒരാൾ പറഞ്ഞ ചേടുത്തി അനിയത്തിയാന്നാ. ചേടുത്തി അനിയത്തിയാ. കോപവും ക്രോധം ചേടുത്തി. അത് ചേടുത്തി ക്രോധമാന്നാ. അനിയത്തിയാണ് കോപം. അനിയത്തി കോപമാണെന്ന് പറയാൻ കാര്യം, അനിയത്തി പെട്ടെന്ന് കയറി ചൂടാകുകയല്ല. കോപം അങ്ങനെ. എന്നാൽ ക്രോധം അങ്ങനല്ലേ, പെട്ടെന്നാ. ചേടുത്തി പെട്ടെന്നാ. അതിനെപ്പറ്റി ഒരാൾ കൊടുത്തിരിക്കുന്നത്, ഈ ക്രോധത്തെപ്പറ്റി കൊടുത്തിരിക്കുന്നത് ഈ വികാരങ്ങളുടെ പൊട്ടിത്തെറിക്കല. ഈ ക്രോധം, വികാരം പെട്ടെന്ന് ക്ഷിപ്രം, അതാണ് ക്രോധം. എന്നാൽ കോപം അങ്ങനല്ല. വികാരങ്ങളിങ്ങനെ ഹൃദയത്തിൽ വെച്ച് പകയോടെ അവസരം വരുമ്പോൾ വീട്ടാനിരിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞ അനിയത്തി ആ മൂപ്പ്. ചേടുത്തി ഞാൻ വിവരിക്കുന്നില്ല. അപ്പം ശാഠ്യം, കോപം, ക്രോധം, ഇത് 3ഉം ഇവരുടെ ജീവിതത്തിലാണ്. ഞാൻ ഓടിച്ചങ്ങ് നിർത്താം. അതുകൊണ്ട് അതിനാൽ ഈ ശാഠ്യവും കോപവും ക്രോധവും ഇവരുടെ ജീവിതത്തിൽ കൂടപ്പിറപ്പുകളായതുകൊണ്ട് യാക്കോബ് ഇവരെ ശാപത്തിൻ്റെ 2 വാക്ക് പറഞ്ഞു. 1, ഞാൻ ഇവരെ പകക്കും. 2, ഇവരെ ഞാൻ ചിതറിക്കും. ആ ഒടുവിലത്തെ വാക്യത്തിൽ ഞാനവരെ യാക്കോബിൽ പകുക്കുകയും പകുക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. 2 കാര്യം നടക്കും. ഈ ശാഠ്യവും കോപവും ക്രോധവും വെച്ചോണ്ട് നടന്നാൽ 1, നിന്നെ പകുക്കും. 2, ചിതറിക്കും. എനിക്ക് ആ ഭാഗമെല്ലാം നന്നായിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. പകുക്കും, ചിതറിക്കും. അതിനാൽ ഈ ശിമയോൻ ഗോത്രത്തെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ തിരുവചനം ഒന്ന് പഠിച്ചേ. ഇവരെ പകുക്കുകയും ചിതറിക്കുകയും ചെയ്തു. ശിമയോന്റെ ഈ കോപവും ശാഠ്യവും ക്രോധവും ഉള്ളത് കൊണ്ട് ശിത്തീമിൽ വന്നപ്പോൾ ശിമയോൻ ഗോത്രത്തിൽ ഒരു പ്രഭു കൊല്ലപ്പെടുക ഉണ്ടോ? ശിത്തീമിൽ വന്നപ്പോൾ ശിമയോൻ ഗോത്രത്തിൽ ഒരു പ്രഭു കൊല്ലപ്പെട്ടു.